പൈസ 68 പോയോനെ. 68 ഏപ്രിൽ വന്ന 9 എന്താ ചെയ്യാ? നമ്മള് ഇന്നലെ മൊത്തത്തിൽ തെറ്റിപ്പോയി കേട്ടോ. ഇന്നലെ നമ്മള് വരുന്ന പരിപാടി 8 മണിക്കാ തുടങ്ങിയത്. അന്നേരം ഇവനെ ഇപ്പൊ ഈ ഉയിഞ്ഞവനെ എവിടെയോ, ഞാൻ വീട്ടില് ഈ അപ്പോഴത്തേക്ക് ഇനിയൊരു 3 ആളെന്ന് പറഞ്ഞില്ലേ. ഒരാൾക്ക് ഇന്നലെ ആശുപത്രിയിൽ പോയിട്ട് ആകെ തലവേദനയും തലക്കറങ്ങലും വീടുകളെല്ലാം ആയിട്ട് അവൻ വന്നില്ല. പിന്നെ ഒന്നാമത്തെ എന്തായോ, സ്വന്തം കാര്യം സിന്ദാബാദ് പറയില്ലേ, അതും വളരെ നന്നാ. ഇങ്ങനത്തെ കൂട്ട് ശരിയാവൂല. ഒന്നൊന്ന് മാറും ഇല്ല. നമ്മൾ രാവിലെ വരുന്നുണ്ട്. ഇവൻ കോണിയപ്പിന്നാ വന്നത്. മോന് ഒരു വീടുകളെടുത്തിന് കോണിയപ്പോ അവിടുന്ന് ഇന്നലെ കുശാലനഗരോ അവിടെ ഇവിടെ എല്ലാം പോയിട്ട് അങ്ങനെ വന്നത്. പിന്നെ എന്റെ മോന്റെ കല്യാണമെല്ലാം കഴിഞ്ഞു കേട്ടോ. അയ്യോ, പിന്നെ രണ്ടാമത്തെ ഇവിടെ നിന്ന് ഞാൻ ആർക്കും കത്ത് കൊടുത്തില്ല കേട്ടോ. പിന്നെ ഒന്നാമത് എന്താ അറിയോനെ, ഞാൻ നേരെ പറയാം, ക്ഷണിക്ക അത് നിങ്ങൾക്കും കൂടി ബുദ്ധിമുട്ടാവും. ഇവിടുന്ന് ചുരുങ്ങിയത് 60 കിലോമീറ്റർ വരണം, 60-70 കിലോമീറ്റർ വരണം. അയ്യോ, എല്ലാം വിചാരിച്ചിട്ട് ഞാൻ വിട്ടു കളഞ്ഞു. ഞാനൊരു പരിസരവാദിയാ കേട്ടോ. എന്താക്കുക, ഞാനിങ്ങനെ 3 മാസം പോകുമ്പോ വരണമെന്നുണ്ട്. സമയം കിട്ടുമ്പോ ഇറങ്ങിയാ മതി. സമയം കിട്ടുമ്പോ. അതെ, ഞാൻ വിചാരിക്കുന്നു. വേണ്ട വിട്, വേണ്ട. കട്ടില് കയറണ്ട, പോയാൽ മതി കേട്ടോ. ഞാൻ വിചാരിക്കുന്ന അത്രേ ഉള്ളൂ. മാമന് തളർന്നു അല്ലേ? മാമന് തളർന്നു. കയ്യില കുറച്ച് ഷുഗർ ഒക്കെ കൂടി പോയിരുന്നു. വന്നാലേ കേടാ. എനിക്കുണ്ട് ചെറുതായിട്ടുണ്ടല്ലേ. മാമന് അമ്മത്തിന്റെ വെച്ച് നന്നായി. അവിടുത്തെ വീടാ വീട്? വീട് അവിടെ അഗ്രാരം. അവിടെ അല്ലേ? ഞാനത് ഒരിക്കൽ പറഞ്ഞു, ബസ് എന്തിനാ വെച്ചി ഒരിക്കൽ പറഞ്ഞു. ആവൂല. കണ്ടവരുടെ കയ്യിൽ ഒരു സാധനം കൊടുത്താൽ പോയി. പിന്നെ ഒരു ബസ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഇരിക്കണം, നമ്മൾ അതിന്റെ ഉള്ളിൽ ഇരിക്കണം. എന്നാലേ ശരിയാവും.
പൈസ മേടിക്കുന്ന കാര്യങ്ങൾ നമ്മളെ കയ്യിലിരിക്കണം. നിങ്ങള് ഇവിടെ നിയമം ജാസ്തിയാ. തൊഴിലാളികൾ ഭയങ്കര നിയമം പറയും. നമ്മളവിടെ അതില്ല. അതുകൊണ്ട് ഇവിടെ പണിയില്ലല്ലോ, ആരും പണി എടുപ്പിക്കൂല, കമ്മിയാ. അതാ ഇതാന്ന് പറഞ്ഞ പൊടി പിടിക്കും. നീ പോകുമ്പോ ഇതിന്റെ ഒരു നമ്പർ തരണം കേട്ടോ. നമ്പർ പോയി അല്ലേ? എന്റെ അടുത്ത് പോയി. കുട്ടനെന്താ പറ്റൂല അല്ലേ? കുട്ടത്ത് നമുക്കിവിടെ തേക്കാൻ ആളില്ലാണ്ടായിപ്പോയി, എല്ലാരും പോയി. അങ്ങനെ നമ്മള് കുടുങ്ങിപ്പോയി. നടക്കുന്നുണ്ടായില്ലേ? സൂപ്പർ ചൂടുള്ള നല്ല കുളിപ്പകാരെ എണ്ണ വെച്ചിട്ട് കുളിക്കരുത്. ഞാൻ കുളിക്കൂല. വീട്ടിൽ പോയിട്ടേ കുളിക്കൂ. അത് വണ്ടി നല്ല ഇതാവും. പിന്നെ രാജാ, നമ്മളാ ചൂട് കുടിക്കൂലേ, അത് നല്ലത് തന്നെ. പക്ഷേ ഈ ചടിയിലുള്ള എണ്ണ തേച്ച് പോയി കറക്റ്റ് അല്ലേ? പോയി പോകും. ചൂട് കുടിക്കുമ്പോ നല്ല ഉഷാറുണ്ടാവും, പക്ഷെ എണ്ണ പോയി പോകും. രാജാ, നമ്മളൊരു മാസോ 1.5 മാസം ഇങ്ങനെ വരണോ? നമുക്ക് അതേ ആവും. നിനക്കിപ്പോ അങ്ങനെ ഒന്നുമില്ല. ഞായറാഴ്ച ഇങ്ങനെ നോക്കിട്ട് പറഞ്ഞിട്ട് വന്നു കളയാം. പെണ്ണുങ്ങൾക്ക് ഞായറാഴ്ച ചിലപ്പോ അവരുണ്ടാവൂല, ലീവ് ആയതുകൊണ്ട്. പിന്നെ പറഞ്ഞാലും ചിലപ്പോ വന്നു കളയും. അല്ല, എനിക്ക് ഓളെ കൂട്ടി വരണോ? അല്ല, കൂട്ടി വരുന്ന ഒരു ദിവസം പറഞ്ഞാൽ മതി. അവരോട് ശനിയാഴ്ച ഇങ്ങനെ പറഞ്ഞു കളയാം. വരാൻ പറയാം. അടുത്തല്ലേ വരുമ്പോ കൂട്ടി വരണം രാജാ. ഞാൻ കൂട്ടി വരും. അപ്പൊ പറഞ്ഞാ മതി. അപ്പൊ ഞാൻ അവരോട് പറയാം. അപ്പൊ അവര് വന്ന് ചെയ്തു പോക്കോളൂ. കാലും കൈയും വേദനയും പിടിക്കുന്ന ഇതെല്ലാം വയസ്സായന്. വയസ്സായപ്പനില്ലാത്ത സൂക്കടെല്ലാം വരും. മെയിൻ കൈയും കാല് വേദന വരും. എനിക്ക് മുട്ടുകാല് ഗ്യാസ്ട്രിക്കിനുള്ള മരുന്ന് കിട്ടും. ഭാര്യക്ക് ഭയങ്കര ഗ്യാസ്ട്രിക്, ഭയങ്കര ഗ്യാസ്ട്രിക്കോ. കുടിച്ച് മതി. കുടിക്കാനുള്ള മരുന്നുണ്ട്, ഗുളികയുണ്ട്. ഹീറ്റായി പോയില്ലല്ലേ? ഇല്ല, ഹീറ്റാവില്ല. അത് നമ്മള് അത്രയല്ലേ, ഒരു 30 ml അല്ലേ കഴിക്കുന്നുള്ളൂ, അതുകൊണ്ട് ഹീറ്റാവില്ല. ഇത് റെക്കോർഡാക്കുന്നുണ്ടോ? ഇല്ല. കള്ളു കുടിച്ചോളി, അതാ ബുദ്ധിമുട്ട്. ഇന്നലെ നൈറ്റുള്ള ഫുള്ള് ഇയാളെ വിട്ടു. ഞാൻ വിടാൻ കഴിഞ്ഞില്ല. കമ്മി ആക്കി കൊന്നാൽ മതി. 3 ദിവസം വിടും, പിന്നെ അതിന്റെ ഡബിൾ എടുക്കും. ഇന്നലെ വൈകുന്നേരം ഫുള്ള്. അത് ഈ മാഗ്നറ്റ് പോലെ വലിക്കും. മെയിൻ അതെ രാജാ, കള്ളിനെ കൊണ്ടേ. ഞാൻ കള്ളുമുട്ട കൊണ്ടോ നിന്റെ കൂടെ ഉള്ളത്. ഇപ്പോ കുതിര കൊണ്ട് 6 മണിക്ക് തുടങ്ങണ്ടേ ഞാൻ. 6 മണിക്ക് തുടങ്ങിയിട്ട്
എത്ര കുട്ടികളുണ്ട് നിനക്ക്? 3. കൂടിപ്പോയി. 3 ആൺകുട്ടികളാണ്. പാലയല്ല തെറ്റി പോകും അല്ലേ? 3 ആൺകുട്ടികൾ. 3 ഇല്ല എന്നാലും നമ്മൾ അവിടെ നിയന്ത്രിക്കണമല്ലോ. പഠിക്കുന്നുണ്ടാ? പഠിക്കുന്നുണ്ട്. ചില ചരിത്രമായിരിക്കും അല്ലേ? കൈ രണ്ട് മേലേക്ക് വെച്ചോ. മേലേക്ക്. അങ്ങനെ വെച്ചോ. പോകുന്നുണ്ടോ ഇവിടെ? പോകുന്നുണ്ടോ? കാട്ടി കൊടുക്കുന്നുണ്ട്. ഏതാ വലിയ ഹോട്ടലിന് മുമ്പിൽ. ഭയങ്കര തിരക്കാ കേട്ടോ. ഞാൻ അവിടെ ഇടക്ക് നോക്കൂ. ആദിവാസികളുടെ കുറിച്യന്മാരുടെ കുറിച്യരുണ്ടല്ലോ, ഭയങ്കര തിരക്കാ. കേളുവൈദ്യര്. അത് ഈ പുറമേന്ന് വരുന്ന ആൾക്കാര് താഴേന്ന് വരൂലേ, താഴേന്ന് വരുന്ന ആൾക്കാരുണ്ട് കുറെ ആൾക്കാര്. ഇവിടെ നിന്നുള്ള ആൾക്കാർ കുറവാ. ഈ കുറെ കുറിച്യന്മാരുണ്ട് അവിടെ, കുറിച്യ ചികിത്സയായിട്ട്. അല്ല, ആദിവാസികളെ കുറച്ചും കൂടെ മുകളിൽ നിൽക്കുന്നു. കമന്ന് കിടക്കാം. കൈ രണ്ട് താഴേക്ക് വെച്ചോ. അല്ല, ഇങ്ങനെ ഇങ്ങനെ. എനിക്ക് ഭയങ്കര ബാധ കേട്ടോ. അതെ, നമ്മളെ അച്ഛനുണ്ടായി. ഉണ്ടായില്ലേ?
പഠിക്കുന്നുണ്ട്. ചെറിയ പിടുത്തം വരുന്നുണ്ട്. മുഖം അപ്പുറത്തേക്ക് വെച്ചോ. തിരിയാൻ പറ്റില്ല. ചെറിയ കഴുത്തിന്റെ. അതെ. ഈ രണ്ട് കൈ മേലേക്ക് വെച്ചു. ആ കൂട്ടി പിടിക്കണ്ട അങ്ങനെ. ബാല്യ പ്രായത്തിൽ ലേശം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. തെറ്റിപ്പോയി. അന്നേരം പൈസ ഒന്നും വേണ്ട. അങ്ങനെ പോകും. അങ്ങനെ പോകും. അന്ന് ശിക്കാറൊക്കെ ഉണ്ടല്ലോ അല്ലേ? അതെ. അന്ന് നമ്മളെ ചെറുപ്പത്തിൽ ഇങ്ങനത്തെ ഇതൊന്നും ഉണ്ടായില്ല. 50-100 രൂപ ഉണ്ടെങ്കിൽ ഞമ്മള് വലിയ ആളാ. വലിയ ആളായി. നല്ല ചിന്തനുണ്ട് അല്ലേ? നല്ല ടെൻഷൻ ഉണ്ട്. മനസ്സിലാവും. അല്ല അല്ലാതെ ടെൻഷൻ. ബസിന്റെ പരിപാടിയൊക്കെ ഞാനത് വെച്ചപ്പേ മനസ്സിലായി. ഇയാൾ കൊടുക്കും. ഭയങ്കര ടെൻഷനായി. ഒന്ന് എണീറ്റിരിക്കും. തലയിലൊന്ന് വെച്ചോളെ.
ഇവിടെ നന്ദി ഉണ്ടെങ്കിലേ അതെ. തലയും കാക്കും മലയാളത്തിൽ പറയുന്നു അല്ലേ? ഒരു കൊല്ല സമയത്ത് സ്വത്തുകൾ ഉണ്ടായിരുന്നു. അന്നേരം നമുക്ക് അതിനെ പൂർവ്വതന ചെയ്യാനുള്ള വകുപ്പില്ല, ബുദ്ധിയില്ല. നേരോ തെണ്ടിപ്പോയി. അതുകൊണ്ട് എന്തായി, നമ്മുടെ കുടുംബം നല്ല പോലെ പോയി. നമ്മൾ നല്ല നന്ദി. ഇങ്ങനെ ആ കൈ രണ്ട് പൊക്കി ഇങ്ങനെ എനിക്ക് പിന്നെ ഒന്നും ചെയ്യണ്ട, മതി. ഇതന്നെ മതി. ഒന്ന് ചൂടാക്കാം അല്ലേ? ഒന്ന് കമന്ന് കിടന്നു. എവിടെയൊക്കെയാ വേദന വരുന്നേ? ഈ കൈ ഇത് മൊത്തം അത് മാത്രമേ ഉള്ളൂ അല്ലേ? ഇത് മൊത്തം പിടിക്കണം അല്ലേ?